ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പറയണം. നമുക്കിപ്പോൾ ഉള്ള സൗഭാഗ്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ. അത് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്തും രാത്രി ഉറങ്ങുന്നതിന് മുമ്പും പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്? മേ ബി നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്കായിട്ട് ഇവിടെ നിന്നോട് പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് നമുക്ക് പലതരത്തിൽ ചെയ്യാം. നമുക്കൊരു ബുക്ക് ഇതിനായിട്ട് മാറ്റിവെക്കാം. അതായത് ഡെയിലി നമ്മൾ ഓഫീസിൽ നിന്ന് വന്ന് വൈകിട്ട് നമ്മൾ ബെഡിലേക്ക് കിടക്കാൻ പോകുന്നതിന് ഒരു 1 hour മുമ്പേ അന്നുണ്ടായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ള പല അനുഗ്രഹങ്ങൾ, ഓരോ കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്തത്, പോസിറ്റീവായിട്ടുള്ള അങ്ങനെയുള്ള പല കാര്യങ്ങളും അന്നത്തെ ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. ഇതൊക്കെ ഓർത്തെടുത്തുകൊണ്ട് 5 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഡെയിലി നമ്മുടെ ജേർണൽ ബുക്കിൽ എഴുതി വെക്കും. ഇങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഈ ജേർണലിൽ വരുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്നതോട് കൂടി 1, 2, 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് എഴുതി വെച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും നമ്മൾ അതിന് താങ്ക്സ് പറയുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു രീതിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. ഓരോ ആൾക്കാരും ഓരോ പ്രോസസ്സും ചെയ്യാൻ ഡിഫറെന്റ് രീതിയിൽ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പറയുന്നത് കൂടാതെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോസസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. അതല്ല ഇത് രണ്ടും ചെയ്യണം നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ നല്ലതാണ്. കാരണം എത്രത്തോളം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിനോട് പറയുന്നു അത്രത്തോളം നമ്മളിലേക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് കടന്നു വരും.